ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉഴുന്ന് പാലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടത്. ഉഴുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ധാരാളം പ്രോട്ടീനും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഉഴുന്നിൽ. അപ്പോൾ ഈ ഒരു ഉഴുന്ന് പാല് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉഴുന്ന് പാല് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുപാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഉഴുന്നൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്ന് വരട്ടെ. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറൊന്ന് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഇതേ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഉഴുന്ന് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഉഴുന്ന് വെള്ളത്തോട് കൂടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാൻ 1 കപ്പോളം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതേ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു കൂടെ എടുക്കാം കേട്ടോ. നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് എടുക്കാം കേട്ടോ. ഒരു 3 വിസിലുകൊണ്ട് ഇത് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഏലക്കും ചുക്കൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതേ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏലക്കയുടെ ഉള്ളിലെ കുരു മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സി ജാർ എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഉഴുന്നുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ചൂട് കട്ടിയായിട്ടുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ചൂടാക്കി എടുക്കാം. ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 1 കപ്പ് ശർക്കര. ഈ ഒരു ഡ്രിങ്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ അതേ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാലോ അതല്ലെങ്കിൽ പാക്കറ്റ് പാലോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചെയ്യേണ്ടത്. തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും 1 കപ്പും കൂടെ തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവസാനം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചുക്കും ഏലക്ക ഉണ്ടല്ലോ ആ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉഴുന്ന് പാൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അധികം നേരം ഒന്നും തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഒരു ഉഴുന്ന് പാൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇതിവിടെ ചെന്നൈയിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ പാർക്ക്, ബീച്ച് അവിടെയൊക്കെ ഇത് സെയിലിനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അവരതിൽ തേങ്ങാപ്പാലൊന്നല്ല കേട്ടോ ഒഴിക്കുക, പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടത്. നമ്മൾ രാവിലെയോ അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണക്കായും പകരമായിട്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഉഴുന്നായതുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.